അങ്ങനെയൊക്കെ ആയിട്ട് ഈ പടം മൊത്തത്തിലൊരു ഗിമിക്ക് കാണിച്ച് സക്സസ് ആക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മുടെ സുരേന്ദ്രനെ പോലെയാണ് എനിക്ക് തോന്നുന്നത് സുരാജിനെ കാണുമ്പോൾ. ലൈക്ക പ്രൊഡക്ഷൻസ് ആദ്യം തന്നെ എഴുതി കാണിക്കുന്നുണ്ട്, എൻ്റെ മക്കളല്ല എൻ്റെ പിന്തുടർച്ചക്കാർ. എന്നെ പിന്തുടരുന്നവരാരാണോ അതാണ് നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളി. അപ്പോൾ ഇവിടെ തന്നെ ഒരു ക്ലൂ കിട്ടിയിരിക്കുകയാണ്. ഭയങ്കര ഡയലോഗ് ആയിപ്പോയില്ലേ. നമ്മുടെ മക്കളായിട്ട് അഭിനയിച്ച 2 പേരുണ്ട്. ഒന്ന് പാവം മഞ്ജു ചേച്ചി, അത് പോക്കാൻ തോന്നുന്നു അതിൻ്റെ കാര്യം ഈ സിനിമയിൽ. പുള്ളിക്കാരിയുടെ ബ്രദർ നമ്മുടെ ജതിൻ രാംദാസ് അല്ലേ. ജതിൻ രാംദാസ് പൊളിറ്റിക്സിൻ്റെ അഴുക്ക് ചാലിലേക്ക് വീണ് ചില എന്താ പറയുക, ചില കാര്യങ്ങൾക്ക് വഴങ്ങി ചില കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഒരു സംഭവമാണ് L2E വരുന്നത്. അപ്പോൾ പുള്ളി ഒരു വില്ലൻ ടച്ച് ഉണ്ട്. പുള്ളിയെ കാണുമ്പോൾ തന്നെ ഒരു വില്ലൻ ലുക്കുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും വെക്കുന്നില്ല. നമ്മുടെ വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ വെക്കാറുണ്ട്, അവർക്കൊന്നും കോപ്പിറൈറ്റ് കിട്ടാറില്ല. പക്ഷേ എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് മുടങ്ങാതെ കിട്ടുന്നുണ്ട്. അത് എവിടെ നിന്നൊക്കെയാണെന്നറിയില്ല. എവിടെയെങ്കിലുമൊക്കെ ഞാൻ സൈഡിൽ ഒരു വീഡിയോ വെച്ച് കഴിഞ്ഞാൽ ഉടനെ കിട്ടും. PK രാംദാസ് മുണ്ടെടുക്കാൻ അറിയില്ലെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച നമ്മുടെ ടൊവിനോയുടെ മാസ് സീൻ ഈ സിനിമയിൽ ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. ഇപ്പോൾ തന്നെ ഭയങ്കര കോൺട്രവേഴ്സീസാണ്, ഭയങ്കര പ്രശ്നങ്ങളാണ് സിനിമയെക്കുറിച്ച്. ഇങ്ങനെ എമ്പുരാനെക്കുറിച്ച് പറയാത്തതായിട്ട് സാധാരണക്കാർ ആരും ഇല്ലെന്നാണ് തോന്നുന്നത് നമ്മുടെ കേരളത്തിൽ. 220 കോടിയാണ് ബഡ്ജറ്റ് എന്നാണ് മറുനാടൻ മലയാളിയിൽ ഞാനൊരു വീഡിയോ കണ്ടത്. പുള്ളി പറയുന്നത് എല്ലാം സത്യമാണോ എന്ന് എനിക്കറിയില്ല. പുള്ളി അങ്ങനെ വലിയ കള്ളങ്ങളൊന്നും പറയാറില്ല. പക്ഷേ എന്നാലും പുള്ളി പറയുന്നതിൽ ചില കാര്യങ്ങളിലൊക്കെ വളിപ്പത്തരമൊക്കെ ഉണ്ട്. ചില കാര്യങ്ങളിലൊക്കെ പുള്ളി മമ്മൂക്കയുടെ കാര്യം പറഞ്ഞ് പുള്ളി ഒരു കാര്യം മറച്ചു വെക്കുന്നുണ്ട് അവിടെ. അതാരും ഹൈലൈറ്റ് ചെയ്തില്ല. എന്താണെന്ന് വെച്ചാൽ പുള്ളി സംസാരിച്ച് തുടങ്ങി കഴിയുമ്പോൾ പുള്ളിക്കൊരു ഫ്ലോ ആണ്. പുള്ളി പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി ഛർദ്ദിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ പോയി ടെസ്റ്റ് ചെയ്തതാണ് എന്നാണ് പറഞ്ഞത്. ആ ഛർദ്ദിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ആ വാക്കിനുണ്ടായിരുന്ന ആ ഒരു ഘനമുണ്ടല്ലോ, അതിൽ ഒരുപാട് ആൾക്കാർ വീണുപോയി. സത്യത്തിൽ മമ്മൂക്കയ്ക്ക് ക്യാൻസറൊക്കെ ആയിരിക്കും, പക്ഷേ അത് പോട്ടെ, അത് ശരിയാവും. വലിയ ക്യാൻസറൊന്നുമല്ല, ചെറിയ തുടക്കം മാത്രമേ ഉള്ളൂ. അതൊക്കെ ഇപ്പോഴത്തെ ടെക്നോളജി വെച്ച് അതൊന്നും ഒന്നുമില്ലെന്നാണ് കേട്ടത്. എന്താണേലും നല്ലത് വരട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പുള്ളി തിരിച്ചു വരട്ടെ ജീവിതത്തിലേക്ക്. പുള്ളി ഇപ്പോഴും ജീവിതത്തിൽ തന്നെയാണ്, ഫുൾ ആക്റ്റീവായിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ എമ്പുരാൻ അതിൻ്റെ ബഡ്ജറ്റ് 220 കോടി. ഇതിൻ്റെ ഇടയ്ക്കാണ് മറ്റേ കോൺട്രവേഴ്സി, മറ്റേ സുരേഷ് കുമാർ പിന്നെ നമ്മുടെ ആൻ്റണി ചേട്ടൻ ഇവരൊക്കെ ആയിട്ട് കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒരു ആഡാണ് സിനിമയ്ക്ക് എന്നാണ് എനിക്ക് തോന്നിയത് ആ സമയത്ത്. പിന്നെ ഈ സിനിമയെക്കുറിച്ച് ഇങ്ങനെ തള്ളി ഇനിയിപ്പോൾ ഇതിനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് പോക്ക്, അങ്ങോട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇതിനകത്ത് സെൻട്രൽ ഗവൺമെൻറ് എന്ന് നമ്മൾ പറയുമല്ലോ, അതിനകത്തുനിന്ന് എന്തോ കൈയൊക്കെ വരുന്നുണ്ട്. അതാണ് നമ്മുടെ വർമ്മ സാർ. മറ്റേ ഭയങ്കര ഒരു സംഭവമാണ് പുള്ളി പറയുന്നത്. ഇതിനകത്ത് വരുന്നത് ചെറിയ കൈയല്ല, ആനയാണ് അണ്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ടൊവിനോ പറയുന്നുണ്ട്, ഈ പാർട്ടിയെയും സംസ്ഥാനത്തെയും നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് പാർട്ടിക്കകത്തുള്ളതാണ്, പുറത്തുള്ളതല്ലെന്ന്. മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുവല്ലെന്ന്. അതായത് പാർട്ടിക്കകത്ത് ഇവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന, ഇങ്ങനെ ഒളിഞ്ഞ് നിന്നിട്ട് ചെയ്ത സംഭവം. പിന്നെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റാണല്ലോ ഇവർക്ക് എതിരായിട്ട് കാണിക്കുന്നത്, സഖാവ്. അപ്പോൾ അവരൊന്നും അല്ല ഇതിനകത്ത് കൈയുള്ളത് എന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഏകദേശം ഒരു ഒരു പൊളിറ്റിക്കൽ ഡ്രാമയാണ്. പിന്നെ നമ്മുടെ സയ്യിദ് മസൂദിൻ്റെ കാര്യമൊക്കെയാണ് എന്തൊക്കെ ആയിത്തീരുമെന്ന് നമുക്ക് അറിയാത്തത്. കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ കുറേ കമൻസ് എന്ന് പറഞ്ഞാൽ 5 ലൈക്കും 30 കമൻറ്റൊക്കെയാണ്. നീ പോടാ, നീ മൈര, നീ അതാ, നീ ഇതാന്നോ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. എന്താണെങ്കിലും റെസ്പോൺസെങ്കിലും കിട്ടിയല്ലോ. നമ്മുടെ കയ്യിൽ ഐഫോണും ഇല്ല, നമ്മുടെ കയ്യിൽ ബ്ലൂടൂത്ത് മൈക്കും ഇല്ല, കണ്ടില്ലേ, വയറിട്ട ഒരു മൈക്കൊക്കെയാണ്. ആണെങ്കിലും ഇതൊന്നല്ല കാര്യം, നമ്മൾ പറയുന്ന കാര്യത്തിലാണ്.
പിന്നെ ഒരാൾ എന്തോ ഭയങ്കര ഇംഗ്ലീഷ് കമൻ്റൊക്കെ ആയിരുന്നു. നമുക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ, അതവിടെ നിൽക്കട്ടെ. ഈ സിനിമ 220 കോടി എന്ന് പറയുന്നത് 220 കോടി എങ്ങനെ ഉണ്ടാക്കും? 220 കോടിയെങ്കിലും കിട്ടിയാൽ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ഉണ്ട്. ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഗോകുലം സിനിമ ഇപ്പോൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഗോകുലം നമ്മുടെ ആൾ വന്നിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ അത് പുള്ളി വരാൻ കാരണം ലൈക്കയ്ക്ക് പറ്റാത്തതുകൊണ്ടാണ്. പിന്നെ ലൈക്കയ്ക്ക് കുറേ ബാധ്യതകളുണ്ട് എന്നൊക്കെയാണ്. ഇതൊക്കെ ഒരു ആഡാണ് സിനിമയ്ക്ക്. പക്ഷെ എന്നാലും ലൈക്കയെ ഒഴിവാക്കിയിട്ടില്ല. ലൈക്കയുടെ പേര് ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ടാക്ടിക്സാണ്. ഈ സുഭാസ്കരൻ എന്ന് പറയുന്ന ആൾ ഇതിൻ്റെ ലോഞ്ചിങ്ങിനൊന്നും വന്നില്ല. ഇവരെല്ലാം കറുത്ത ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് വന്നല്ലോ, അന്നൊന്നും വന്നിട്ടില്ലായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് ഈ പടം മൊത്തത്തിലൊരു ഗിമിക്ക് കാണിച്ച് സക്സസ് ആക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് ട്രെയിലർ നല്ല രസമുണ്ട്. കടന്നാണ് പോകുന്നത്. ഈ കടന്ന് പോയിട്ട് എവിടെ ചെന്ന് നിൽക്കുമല്ലേ. നമ്മുടെ സുരേന്ദ്രനെ പോലെയാണ് എനിക്ക് തോന്നുന്നത് സുരാജിനെ കാണുമ്പോൾ. BJP അതുപോലെയാണ്. BJP പോലത്തെ ഒരു പാർട്ടി ഇതിനകത്ത് വരുന്നുണ്ട്, ഇതിനകത്ത് എൻട്രി കൊടുക്കുന്നുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നത് ട്രെയിലർ കണ്ടിട്ട്. ഭയങ്കര സംഭവമാണ്, ഭയങ്കര വലുപ്പമാണ് സിനിമയ്ക്ക്. ഇത്രയും വലുപ്പം ഇതെവിടുന്ന് കാശ് പിരിച്ചെടുക്കും എന്നുള്ളതാണ്. തിരിച്ചെങ്ങനെ കിട്ടും കാശ്? പടം ഓടും ഓടാതിരിക്കും അതൊക്കെ വേറെ കാര്യം. എന്നാലും ഓടിയാലും പടത്തിനുള്ള ഇട്ട കാശ് കിട്ടണ്ടേ, കൊടുത്ത കാശ് മുതലാവണ്ടേ. രാജ്നീതി ഏക് ധന്ധാ ഹൈ ഹമാരെ ദേശ് മേ അത് പറയുന്നുണ്ട്. അതായത് ഇത് ഫുള്ള് ബിസിനസ്സാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊരു ബിസിനസ്സാണ്. നമ്മുടെ നാടെന്ന് പറയുമ്പോൾ ഫുള്ള് ഇന്ത്യയാണ് ഉദ്ദേശിക്കുന്നത്. ഇറങ്ങിക്കഴിയുമ്പോൾ ഈ സിനിമ എന്ന് പറയുന്ന ബിസിനസ്സിന് അടികിട്ടുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ഇതെന്താണേലും ഇത് ഭയങ്കര ഒരു ബഡ്ജറ്റ് ഭയങ്കര സംഭവമായിപ്പോയി. കേരളത്തിന് താങ്ങാൻ പറ്റാത്ത ഇത് ഫെയിലിയർ ആയാലും പൃഥ്വിരാജിന് ഇനി കൂടുതൽ ഉയർച്ചകൾ കിട്ടും. പുള്ളി അടുത്തത് വലിയ നടന്മാരെ കൊണ്ട് മറ്റേ ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ ചിലപ്പോൾ സംവിധാനം ചെയ്തെന്ന് വരും. പക്ഷേ കേരളത്തിൽ ഈ പടം എന്താണേലും ഇത് വിജയിപ്പിച്ചെടുക്കാൻ കുറച്ച് പാടാണ്. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ പടം വലിയ ഒരു പോക്ക് പോകുന്നു. 200 കോടി 250 കോടി കിട്ടിയാൽ തന്നെ ഭാഗ്യം. ചിലപ്പം കള്ളപ്പണമായിരിക്കും, മറ്റേ വെളുപ്പിക്കൽ പരിപാടിയായിരിക്കും. കള്ളപ്പണം ആയിരിക്കും ചിലപ്പം, വെളുപ്പിക്കൽ അങ്ങനെ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടായാൽ വലിയ കുഴപ്പമില്ല. പക്ഷേ ഇത് മൊത്തമായിട്ട് ഇട്ട പൈസയും കിട്ടി, ലാഭവും കിട്ടി. പ്രൊഡ്യൂസറിന് സന്തോഷമായിട്ട് വീട്ടിൽ പോകണമെന്ന് വിചാരിച്ചാൽ പറ്റുന്ന ഒരു സംഭവമല്ല. കാരണം അത്രയും വലിയ കുഴിയിലാണ് കാല് വെച്ചിരിക്കുന്നത്. ഈ കാലെടുക്കുമ്പോൾ കുറച്ച് പണിയാണ്.